ഗവർണർ പറഞ്ഞത് കൃത്യമാണ്. ബ്ലഡി ക്രിമിനൽസ് തന്നെയാണ്. നിങ്ങൾ ഈ കേരളത്തിൽ SFI-കാരൻ ചെയ്തിട്ടുള്ള ഒരു ചരിത്രം ഒന്ന് പരിശോധിക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ബ്രാൻഡ് അംബാസിഡർ ആയിരുന്ന TP ശ്രീനിവാസനെ തെരുവിലിട്ട് അടിച്ചതാരാ? ഈ ബ്ലഡി ക്രിമിനൽസ് അല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, സരസ്വ ടീച്ചറുടെ റിട്ടയർമെന്റ് ദിവസം അദ്ദേഹത്തിന് ശവമാടം ഒരുക്കിയതാരാ? ഈ ബ്ലഡി ക്രിമിനൽസ് അല്ലേ? നിങ്ങൾ മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പൽ ബീന ടീച്ചറുടെ കസേര കത്തിച്ചതാരാ? ഈ ബ്ലഡി ക്രിമിനൽസ് അല്ലേ? ഈ കേരളത്തിൽ അന്ധനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ജയിച്ചപ്പോ, അത് കേരളവർമ്മ കോളേജിൽ KSU-കാരൻ ജയിച്ചപ്പോ അവനെ ഉരുക്കുമുഷ്ടി കൊണ്ട് തോൽപ്പിച്ചത് ഈ ബ്ലഡി ക്രിമിനൽസ് അല്ലേ? അപ്പൊ ഈ ബ്ലഡി ക്രിമിനൽസ് എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. SFIയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കണം, ഈ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ജനാധിപത്യം പുലരാൻ വേണ്ടി ശ്രമിച്ചതിന്റെ പേരിലാണ് നിങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാനെ വേട്ടയാടുന്നത്. സലീം അടൂർ സാർ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ MP രാജേഷിന്റെ ഭാര്യ നികിത കടിച്ചേരിക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ നിയമനം കൊടുത്തത്? KK രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ അപ്പോയിന്റ്മെന്റ് കൊടുത്തത്? ഈ B ബിജുവിന്റെ ഭാര്യ, ഷംസീറിന്റെ ഭാര്യ, ഇനി ആർഷയുടെ ഗേൾ ഫ്രണ്ടിനെ പോലും കൃത്രിമമായിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ നിയമനം നടത്താൻ ശ്രമിച്ചവരാണ് ഈ ബ്ലഡി ക്രിമിനൽസ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ കാലഘട്ടത്തിലും ജനാധിപത്യത്തെ ഇവിടെ ഇല്ലാതാക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യത്തിലേക്ക് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ മാറ്റുന്ന ഈ കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യത്തെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇല്ലാതാക്കിയിട്ടുള്ളത്. SFIയുടെ രാവണക്കോട്ടകളെ തച്ചു തകർക്കാൻ വന്നിട്ടുള്ള അഭിനവ രാമനായിട്ടാണ് ഞങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാനെ കാണുന്നത്, യാതൊരു സംശയവും വേണ്ട. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ വാതോരാതെ ഈ ജനാധിപത്യം പുലരുന്നതിനെ കുറിച്ചും SFIയുടെ വിപ്ലവമൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കുക, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് SFI-കാരൻ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ അത് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇച്ഛാശക്തിക്ക് മുമ്പിലാണ്, ഗവർണറുടെ ഇച്ഛാശക്തിക്ക് മുമ്പിലാണ്. AK ആന്റണി അല്ല, K കരുണാകരനല്ല, ഉമ്മൻചാണ്ടിയല്ല. അത് നിങ്ങൾ ഓർക്കുക. അതാണ് KM മാണിയല്ല ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഇവിടുത്തെ രാവണക്കോട്ടകളായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ യൂണിവേഴ്സിറ്റികളെ ജീവവായു ഉണ്ടാവണം, ജനാധിപത്യം വരണം. ആ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സലീം മടവൂർ,